പരമാവധി പ്രകോപിപ്പിക്കാൻ, ഭരണപക്ഷത്തെ പ്രകോപിപ്പിക്കാനും ഒക്കെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഇത്രയും കടുത്ത ഒരു പ്രയോഗം നടത്തേണ്ടി വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ അവിടുത്തെ ഒരു പെർഫോമൻസ് കൊണ്ടാണല്ലോ. തീർച്ചയായും അതിൽ കായികമായ പെർഫോമൻസ് കൊണ്ടാണെങ്കിൽ അങ്ങനെയും ഈ കായികമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ എല്ലാവരും എടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പ് ഈ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവരൊക്കെ പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിൽ ഇതിനേക്കാൾ ശക്തമായി തന്നെ, അതായത് കെ എം മാണിക്കെതിരെ ഉണ്ടായ വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഈ ടെലിവിഷൻ വന്നതിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിൽ നടന്നത് അതായിരുന്നു. അതുകൊണ്ട് അതിലൊരു പുതുമയില്ല. മാത്രമല്ല, ഇപ്പോൾ 70കളിൽ മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സഭയിലെ രൂക്ഷമായ പ്രതിഷേധങ്ങളും സസ്പെൻഷനുകളും ഒക്കെ. 80കളിൽ എല്ലാ ദിവസവും തന്നെ ഈ പറഞ്ഞതുപോലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ഓടിക്കയറി എന്നുള്ളത് ആകാശവാണി വാർത്തയിലെ സ്ഥിരം കേൾക്കുന്ന ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് ഇതിൽ ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ കാലത്ത് കുറെ കൂടി ആളുകൾ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മളിപ്പോൾ ഈ സഭയ്ക്കുള്ളിലെ വലിയ അക്രമ സംഭവങ്ങൾ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് കണ്ട ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കെ എം മാണിയുടെ ബജറ്റ് അവതരണ ദിവസം നടത്തിയ വലിയ പ്രതിഷേധങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങളും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന മട്ടിൽ തന്നെ കാണണമായിരുന്നു സർക്കാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കടുത്ത പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് ഈ ഓരോ പ്രയോഗവും ഓരോ ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അടുത്ത ദിവസത്തേക്കുള്ള ഊർജ്ജമാണ്. ആ നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിഷയത്തിൽ കഴിഞ്ഞു. സത്യത്തിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും ഇപ്പം 3 അടിയന്തര പ്രമേയമാണ് തുടർച്ചയായി അനുവദിച്ചത്. ആ 3 അടിയന്തര പ്രമേയങ്ങളുടെ ചർച്ചയിലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമായിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടതുമാണ്, നോട്ടീസ് കൊടുത്തതാണ്. അതിൽ മുന്നോട്ട് ആ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ അതങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും ചർച്ചയിലേക്ക് പോയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഓരോ ദിവസവും സഭാതലത്തിലും സഭയ്ക്ക് വെളിയിലും ചർച്ചയ്ക്കുള്ള വിഷയമായി എന്നുള്ളതാണ്.